സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദൈവത്തിന്റെ ഹിതം അറിയുന്നത് എങ്ങനെ എന്നൊരാൾ എഴുതി ചോദിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഹിതം അറിയുന്നത് എങ്ങനെ? എല്ലാ വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിന് ഒരു ഹിതമുണ്ട്, ഒരു പദ്ധതിയുണ്ട്, ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. മൺകുടത്തിന് തന്നെ സൃഷ്ടിച്ചതായ കുശവനോട് എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സൃഷ്ടിച്ചു എന്ന് ചോദിക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ ഹിതമാണത്. നിന്റെ ജീവിതത്തിൽ ഒരുപാട് അധ്വാനവും കഷ്ടതയും ഒക്കെ ഉണ്ട്, ശരിയാണ്. ദൈവം നിന്നെ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. അതിലെന്താണ് തെറ്റ്? പറയുക. പൗലോസ് വളരെ വിദ്യാഭ്യാസം നേടിയ വ്യക്തിയാണ്. ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവൻ, റോമൻ പൗരത്വമുണ്ടായിരുന്നവൻ, പരീശൻ, അതുപോലെ തന്നെ ന്യായപ്രമാണത്തെക്കുറിച്ച് അറിവുള്ളവൻ, തന്റെ വിശ്വാസത്തിൽ തീക്ഷ്ണതയുണ്ടായിരുന്ന വ്യക്തി. എന്നാൽ കർത്താവ് തന്നെ ദർശിച്ച സമയത്ത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദർശിച്ചപ്പോൾ, കർത്താവെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്താണ് പറഞ്ഞത്? എനിക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുവാൻ വേണ്ടി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു മാതാവ് എത്രത്തോളം കഷ്ടത അനുഭവിക്കുന്നറിയാമോ? എനിക്കറിയാം. ഞങ്ങൾ 8 മക്കളായിരുന്നു. ഞങ്ങളുടെ അമ്മ ഞങ്ങളെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. ആ കാലത്ത് മിക്സി ഇല്ലായിരുന്നു, കുക്കറില്ലായിരുന്നു, ഇന്നുള്ളതുപോലെ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അരി അരച്ച് അപ്പമൊക്കെ ഉണ്ടാക്കി അതുപോലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും പാകം ചെയ്ത് കൊടുക്കുവാനും അവരെ കഴിപ്പിക്കുവാനും എല്ലാം എത്രയോ കഷ്ടപ്പെടുവാനിടയായി, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുവാനിടയായി. അറിയാമോ, ദൈവം അമ്മമാരെ അങ്ങനെയാണ് സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഏതമ്മയെങ്കിലും പറയുമോ, എനിക്ക് പാകം ചെയ്യാൻ കഴിയത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് നോക്കാൻ കഴിയില്ല, അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ കഴിയില്ല എന്ന് പറയുമോ? എന്താണ് അവർ പറയുന്നത്? അവർ പറയും, ഇതെനിക്ക് കഷ്ടതയല്ല, ബുദ്ധിമുട്ടല്ല, ഇതെന്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യമാണ്, ഇതെനിക്ക് വളരെ സന്തോഷമാണ് നൽകുന്നത്. ദൈവം നമ്മെ എന്തിനു വേണ്ടിയാണോ ഏൽപ്പിച്ച് ആക്കിയിരിക്കുന്നത്, ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടാകും. മറ്റുള്ളവരെ കണ്ടിട്ട് അസൂയപ്പെടുവാൻ പാടില്ല, അവരുമായിട്ട് താരതമ്യം ചെയ്യുവാൻ പാടില്ല. ദൈവം നമ്മെ രക്ഷിച്ചതിന് ശേഷം, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നമുക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു. ചില വ്യക്തികളാണെങ്കിൽ പ്രായപൂർത്തിയായതിനു ശേഷമാണ് രക്ഷിക്കപ്പെട്ടത്. എന്നാൽ നിങ്ങൾ ഇപ്പോഴെങ്കിലും ചോദിക്കണം, കർത്താവേ, എന്നെ എന്തുകൊണ്ടാണ് നീ തിരഞ്ഞെടുത്തത്? എന്നെക്കുറിച്ചുള്ള നിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിന്റെ ബാക്കിയുള്ള ജീവിതം അനുഗ്രഹിക്കപ്പെടും. യൗവനത്തിലുള്ളവർ നിങ്ങളുടെ സമയത്തെ വൃഥാവാക്കി കളയരുത്. യൗവനപ്രായത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെ അറിയുക. ഏത് കോഴ്സാണ് എടുക്കേണ്ടത്, ഏത് വിഷയമാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതോ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ, നിന്നെ കൂടി എന്ത് ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന വിഷയം അറിയേണ്ടതാണ്. മൂന്നാമത്, യൗവനപ്രായം, അതായത് വിവാഹത്തിന് ശേഷമുള്ളതായ കാലഘട്ടം. വിവാഹം കഴിഞ്ഞവരെല്ലാം കരമുയർത്താമോ? ഇത്രയും പേരുടെ വിവാഹം കഴിഞ്ഞതാണോ? കല്യാണം കഴിക്കാത്തവർ കരമുയർത്തിക്കാട്ടെ. വളരെ നന്ദി. ഓക്കെ. വിവാഹം കഴിഞ്ഞ ആളുകളെ, വിവാഹം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയും, എന്ത് പറയാനാണ്, അനാവശ്യമായിട്ട് കല്യാണം കഴിച്ചു, ഇതിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. വിവാഹം കഴിക്കാത്തവരോട് ചോദിച്ചു നോക്കൂ, എങ്ങനെയുണ്ട്, എൻ്റെ വിവാഹം നടക്കുന്നേ ഇല്ല, എൻ്റെ വീട്ടുകാർക്കും ഒരു ഉത്തരവാദിത്വമൊന്നുമില്ലെന്നേ. പലരും വലിയ സ്ത്രീധനമാണ് ചോദിക്കുന്നത്. എന്താണ് ചെയ്യുന്നത്? എൻ്റെ വിവാഹം ഇനിയും നടക്കില്ലായിരിക്കുമെന്ന് പറഞ്ഞ് കരയുന്ന ആളുകളുമുണ്ട്. എൻ്റെ കല്യാണം എപ്പോഴായിരിക്കുമെന്ന് കാത്തിരിക്കുന്ന ആളുകളുമുണ്ട്. എന്താണ് ജീവിതത്തിൽ? കല്യാണം കഴിഞ്ഞവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, കല്യാണം കഴിയാത്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ജീവിതം മുഴുവനും കഷ്ടമാണ്. എന്നാൽ കർത്താവുണ്ട് എങ്കിൽ വിവാഹം കഴിഞ്ഞാലും സുഖമാണ്, വിവാഹം കഴിഞ്ഞില്ല എങ്കിലും സുഖമാണ്. എന്തുകൊണ്ടെന്നാൽ കർത്താവ് നിന്റെ കൂടെയുള്ളത് കൊണ്ട് നിന്റെ ദാമ്പത്യ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും. വിവാഹം എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായതാണ്. അനേകം ആളുകൾ വിവാഹപ്രായമാകുന്ന സമയത്ത് സ്ത്രീധനത്തിന്റെ കാര്യം നോക്കിയോ, അവരുടെ ഇഷ്ടം നോക്കിയോ, പണം നോക്കിയോ, അങ്ങനെ പലവിധമായ കാരണങ്ങളാൽ ദൈവത്തിന്റെ ഹിതം മാറ്റിവെച്ചിട്ട് അവരുടെ ഇഷ്ടപ്രകാരം വിവാഹം നടത്തുന്നു. അങ്ങനെയുള്ള കുടുംബജീവിതങ്ങളിൽ സമാധാനം ഇല്ലാതെ അനേകർ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ മക്കളുടെ വിവാഹം നടത്തുന്ന സമയത്ത് ദൈവത്തിന്റെ ഹിതം നിങ്ങൾ അറിയണം. എങ്ങനെ അറിയണമെന്നാണോ ചോദിക്കുന്നത്?
നിങ്ങൾ അതിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളതായ വാതിലുകളെ തുറക്കും, അല്ലാത്തവയെ ദൈവം അടയ്ക്കുകയും ചെയ്യും. ഒരാൾ പറഞ്ഞു, ഒരുപാട് ആലോചനകൾ വന്നിങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞു, ഭാരപ്പെടേണ്ട കാര്യമില്ല, പോകട്ടെ. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ആലോചനകൾ വരുമ്പോൾ അത് നടക്കുവാനിടയാകും. അല്ലാത്ത ആലോചനകളെല്ലാം പോകുവാനുമിടയാകും. അതിൽ നാം ദുഃഖിക്കേണ്ടതായ കാര്യമില്ല. ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കുന്ന വിവാഹ ജീവിതത്തിൽ ദൈവത്തിന്റെ സമാധാനമുണ്ട്. എന്നാൽ ഇന്ന് അനേകം കുടുംബങ്ങളിൽ സമാധാനമില്ല, ദൈവിക സന്തോഷം ഇല്ല. പണ്ടുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നതായ ഒരു ചൊല്ലുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പട്ടിയുടെ വാലെ പിടിച്ചുകൊണ്ട് ഗോദാവരിയിൽ നീന്തുന്നത് പോലെയുണ്ട്. ഗോദാവരിയിൽ നീന്തുന്നത് തന്നെ വലിയ കഷ്ടമാണ്. പിന്നെ ഈ നായയുടെ വാല് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് നിങ്ങൾ വലിച്ചാൽ അത് അങ്ങോട്ട് പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതാണ് കുടുംബജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ. എന്താണ്? ഇവനെ കല്യാണം കഴിച്ചാൽ പിന്നെ എനിക്ക് ആലയത്തിൽ പോകാൻ സാധിക്കുന്നില്ല, നിന്നെ കെട്ടിയതുകൊണ്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല എന്ന് പരസ്പരം ഭാര്യാഭർത്താക്കന്മാർ കുറ്റം ചുമത്തുന്നത് ഇന്ന് സാധാരണമാണ്. നോക്കൂ, ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാർ ഐക്യതയോടെ ആയിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും യേശുവിന്റെ സ്നേഹം അവരിൽ ഉണ്ടായിരിക്കണം. യേശുവിന്റെ സ്നേഹമുള്ളതായ ഒരു വ്യക്തി എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം സഹിക്കുന്നു. അനേകം ഭാര്യാഭർത്താക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ വിഷയത്തിൽ ദേഷ്യപ്പെടാറുണ്ട്. അങ്ങനെയല്ലേ സഹോദരി? നിങ്ങൾ ദേഷ്യപ്പെടാറില്ലേ? ശരിയാണോ? നിങ്ങളുടെ ഭർത്താവ് ദേഷ്യപ്പെട്ടിട്ട് എത്ര കാലമായി? അങ്ങനെ ഒന്ന് പറയുമ്പോൾ നീ രണ്ടെണ്ണം മറുപടി പറയും. അപ്പോഴെന്താണ് അവിടെ സംഭവിക്കുന്നത്? അടിയാകും. എന്താണ്? അവൻ കോപത്തോടെ ഇരിക്കുമ്പോൾ നീ അല്പം താഴ്ന്നു കൊടുക്കണം, നീ കോപത്തോടെ ഇരിക്കുമ്പോൾ അവൻ താഴ്ന്നു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതം സമാധാനത്തോടെ പോകും. മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ഭർത്താവ് അസ്വസ്ഥനായിട്ട് ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഭാര്യയും അതുപോലെ തന്നെ ദേഷ്യപ്പെടുകയാണെങ്കിൽ എന്തു സംഭവിക്കും? ചെവിക്കലിട്ട് അടി കിട്ടും. അപ്പോൾ നീ പറയും, ഞാൻ കുഞ്ഞുങ്ങളെ വിളിച്ച് എൻ്റെ വീട്ടിൽ പോവുകയാണ് എന്ന്. അതേസമയം ചോദിക്കണം, എന്താണ് അങ്ങനെ ഇരിക്കുന്നത്? നിനക്ക് ബുദ്ധിയില്ലേ? ശരി, എനിക്ക് ബുദ്ധിയില്ല. എന്താണ് കുടിക്കാൻ വേണ്ടത്? എനിക്ക് കുടിക്കാനൊന്നും തന്നെ വേണ്ട ഇപ്പോൾ. മോരുംവെള്ളം തരട്ടെ? എനിക്ക് വേണ്ട. നിനക്കെന്താ നാണമില്ലേ? എനിക്ക് നാണമില്ല. ശരി, അല്പം മോരുംവെള്ളം കുടിക്കൂ. അവിടെ കലഹം കഴിഞ്ഞു. എത്ര നേരം പിന്നെ അവൻ മുഖം വീർപ്പിച്ചിരിക്കും? നീ നല്ലവണ്ണം സംസാരിക്കുക. ചില സമയത്ത് ഭാര്യയ്ക്കായിരിക്കും കോപം വരുന്നത്, മുഖം വീർപ്പിച്ച് നിൽക്കും. എന്തു പറ്റി ദേഷ്യപ്പെട്ട് നിൽക്കുന്നത്? എന്താണ് നിങ്ങൾക്ക്? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. ശരി, എന്താണ് ചെയ്യേണ്ടത്? നിന്റെ കാല് കുറച്ച് ഞെക്കിത്തരട്ടെ? എന്താണ്? നിങ്ങളുടെ ഭാര്യയില്ലേ? അപ്പോൾ നിങ്ങൾ കരുതേണ്ടതാണ്. അല്ലെങ്കിൽ ചോദിക്കണം, എന്താണ്? ചായ ഇട്ട് തരണോ? കാപ്പി ഇട്ട് തരട്ടെ? എന്താണ്? തലവേദനയുണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അവിടെ കലഹമില്ല. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അവസാനം കുടുംബത്തിൽ കലഹമുണ്ടാകും. ചിലർ പറയുന്നുണ്ട്, ഞങ്ങളുടെ വീടല്ല, ഒരു നരകമാണ് അതെന്ന്. നരകമാണെന്ന്. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സമാധാനവുമില്ല, ഒരു സ്വസ്ഥതയുമില്ല എന്നാണ് പറയുന്നത്. ഒന്നുണ്ടാകുമ്പോൾ ഒന്ന് കാണില്ല, ജീവിതത്തിൽ സമാധാനമേ ഇല്ല എന്ന് പറയും. കാരണം എന്താണ്? യേശുക്രിസ്തു ആ ഭവനത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. യേശുക്രിസ്തുവുള്ള കുടുംബത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, അവിടെ താഴ്മയുണ്ട്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ നിങ്ങൾ ഐക്യതയോടെ ആയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജനിക്കുന്ന മക്കൾ വലിയവരാകുവാനിടയാകും. നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങളുടെ കുടുംബജീവിതത്തെ പണിയുകയാണെങ്കിൽ ദൈവം കുടുംബജീവിതത്തെ പണിയുവാൻ ഒരു രീതി വെച്ചിട്ടുണ്ട്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അതുപോലെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നത് പോലെ ഭാര്യമാരെ സ്നേഹിക്കുക. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരോട് കയ്പായിരിക്കരുത്. കയ്പായിരിക്കരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കയ്പായിരിക്കരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കയ്പായിരിക്കരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ അവരെ നിന്ദിക്കാൻ പാടില്ല, അവരെ ഉപേക്ഷിക്കരുത്, അവരെ ഒറ്റപ്പെടുത്തുവാൻ പാടില്ല, അപമാനിക്കുവാൻ പാടില്ല, സങ്കടപ്പെടുത്തുവാൻ പാടില്ല എന്നാണ് ദൈവം പറയുന്നത്. ഒരു വ്യക്തിയെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നാം അപമാനിക്കുമോ? ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നാം നിന്ദിക്കാനിടയാകുമോ? ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. നീ സമാധാനത്തോടെ കീഴടങ്ങിയിരിക്കുകയാണെങ്കിൽ ജീവിതം മുഴുവനും സമാധാനകരമാകും. നമ്മുടെ ഈ ശരീരം ജഡം കൊണ്ട് ജഡത്തിൽ വസിക്കുന്നതാണ്. അതുകൊണ്ടാണ് മദ്യം കുടിക്കുവാൻ ആഗ്രഹിക്കാതെ ഇരിക്കുന്ന സമയത്ത് പക്ഷേ മദ്യം അറിയാതെ കുടിക്കുന്നു. പാപം ചെയ്യുവാൻ ആഗ്രഹമില്ല എങ്കിലും അറിയാതെ പാപം ചെയ്യുന്നു. സത്യം പറയാൻ വിചാരിക്കുന്നു പക്ഷേ അറിയാതെ കള്ളം പറയുന്നു. കോപിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, അറിയാതെ കോപിക്കുന്നു. ആ സിനിമ കാണുവാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അറിയാതെ കാണാൻ പോകുന്നു. അതുപോലെ ഇന്റർനെറ്റിൽ അശ്ലീല ചിത്രങ്ങൾ കാണുന്നത് നല്ലതല്ല എന്നെനിക്കറിയാം, എന്നാൽ ഞാൻ അറിയാതെ അത് കണ്ടുപോവുകയാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് പാപത്തെ ജയിക്കുവാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ്.
നാം പാപത്തിൽ ജീവിക്കുക എന്നത് ദൈവത്തിന്റെ ഉദ്ദേശം അല്ല. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് അവതരിച്ച് മരണത്തിന്റെ ബലമുള്ള ഹസ്തത്തിൽ നിന്നും, അതായത് പിശാചിനെ മരണത്തിൽ കൂടി ജയിച്ച് നമ്മുടെ സകല പാപങ്ങൾക്കും വേണ്ടി അവൻ ക്രൂശിൽ ശിക്ഷ അനുഭവിച്ച് നമുക്കെല്ലാവർക്കും വേണ്ടി സ്വയം യാഗമായി തീർന്നുകൊണ്ട് നമ്മെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചു. യേശുവിന്റെ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ജീവിക്കുവാൻ വേണ്ടി വന്ന ദൈവമല്ല, അവൻ നമുക്ക് വേണ്ടി പ്രാണനെ നൽകുവാൻ വേണ്ടി വന്നവനാണ്. അവൻ നമ്മെപ്പോലെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ കൂടി ജനിച്ച വ്യക്തിയല്ല. ഒരു പാപവുമില്ലാതെ, പാപത്തിന്റെ ബീജത്തിൽ കൂടിയല്ലാതെ കന്യാമറിയിൽ ഗർഭം ധരിക്കപ്പെട്ട് ജനിച്ചു. ഒരു ദോഷവും കൂടാതെ അവൻ ജീവിച്ചു. നമ്മുടെ സകല പാപങ്ങളുടെയും ശിക്ഷ അവന്റെ മേൽ അവൻ സ്വയം വഹിച്ചുകൊണ്ട് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് ആ കാൽവരി ക്രൂശിൽ ഭൂതവർത്തമാന ഭാവി കാലത്തിലെ സകലരുടെയും പാപഭാരങ്ങൾ എല്ലാം വഹിച്ച് രക്തം ഒഴുക്കാതെ പാപമോചനം ലഭിക്കുകയില്ല എന്ന വചനം നിവർത്തിക്കുന്നതിന് വേണ്ടി നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞ് നമുക്കെല്ലാവർക്കും വിടുതൽ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പോൾ യേശുവിലുള്ളവർ മരിക്കുകയില്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഈ മരണമല്ല. ഏതു മരണമാണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല, മരിച്ചാലും അവൻ ഉയർത്തെഴുന്നേൽക്കും. എന്താണ്? മരിക്കുകയാണെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാണ്. ഈ ലോകത്തിൽ കണ്ണടച്ചാൽ സ്വർഗത്തിൽ കണ്ണു തുറക്കും. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് സ്വർഗം ലഭിക്കാനിടയാകും. അതാണ് ലാഭം. അതുകൊണ്ട് ഈ ദിവസം യേശുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ, നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ, അവന്റെ രക്തത്താൽ നാം കഴുകപ്പെടുന്നത് കൊണ്ട് എന്റെ സ്ഥാനത്ത് എനിക്ക് വേണ്ടി കർത്താവ് ശിക്ഷ അനുഭവിച്ചു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും നിത്യജീവനെ പ്രാപിക്കുവാനിടയാകും. അങ്ങനെ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും പേരുകൾ ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാനിടയാകും. ഇനിയും അവരുടെ മേൽ മരണത്തിന് അധികാരം ഇല്ല. ഈ ലോകത്ത് 2 ജനനം നമുക്കുണ്ടായിരിക്കുമ്പോൾ, അതായത് നാം മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിക്കണമെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. നീ 2 തവണ ജനിക്കുകയാണെങ്കിൽ 1 തവണ മാത്രമേ മരിക്കുകയുള്ളൂ. എന്നാൽ നീ 1 തവണ ജനിച്ചിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ ഒരു 2ാം മരണമുണ്ട്. ആ 2ാം മരണം അഗ്നി നരകത്തിൽ നീ വീഴുന്ന അവസ്ഥയാണ്. അവിടെ നീ നിരന്തരം കിടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ അത് തലവേദനയോ കൈവേദനയോ കാലുവേദനയോ പോകുന്നതിന് വേണ്ടിയല്ല. ഭൗതികമായ അനുഗ്രഹങ്ങളെ ഉദ്ദേശിച്ച് മാത്രമല്ല ഇവയെല്ലാം നടക്കും. എന്നാൽ യഥാർത്ഥമായ വിഷയം എന്താണെന്ന് വെച്ചാൽ, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ നിനക്ക് നിത്യമായി ജീവിക്കാനുള്ള അവസരം ലഭിക്കും. ഈ ലോക ജീവിതം അല്പകാലം മാത്രമേയുള്ളൂ. എന്നാൽ സ്വർഗീയ ജീവിതം അത് നിത്യമായ ജീവിതമാണ്. നിത്യതയെന്ന് പറയുമ്പോൾ അതിനെ ആർക്കും അളക്കുവാൻ കഴിയുന്നതല്ല. ആ സ്വർഗീയ ജീവിതമാണ്, നിത്യമായ ജീവിതമാണ്. തലമുറയായിട്ട് ജീവിക്കാനുള്ള കൃപയാണ് ലഭിക്കുന്നത്. സ്വർഗത്തിലെ ശാശ്വതമായ ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന നമ്മുടെ ആയുസ്സിനെ നാം സൂക്ഷിച്ച് ഉപയോഗിക്കണം. ദൈവത്തിൽ ഭയവും ഭക്തിയുള്ളവരായിട്ട് ജീവിക്കണം. എന്നാൽ ഈ ലോകത്ത് നീ ഇഷ്ടമുള്ളതുപോലെ പാപം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നീ തീർച്ചയായിട്ടും മരിക്കും. മരണശേഷം നിനക്ക് ഒരു ശിക്ഷാവിധിയുണ്ട്. ആ ശിക്ഷാവിധി സമയത്ത് കർത്താവ് നിന്നെ ശിക്ഷിക്കുകയും നിത്യ നരകത്തിലേക്ക് നിന്നെ തള്ളിയിടുകയും ചെയ്യുവാനിടയാകും. അതാകുന്നു 2ാമത്തെ മരണം. ഈ ലോകത്തെ ജീവിതം നമുക്ക് അല്പകാലം മാത്രമേ ഉള്ളൂ. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി ശാശ്വതമായ ഒരു ജീവിതം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, അവനുമായിട്ട് കൂട്ടായ്മ ഉള്ളവനായിട്ട് ജീവിക്കുക. നീ വൃദ്ധനാണെങ്കിലും നീ ബാലനാണെങ്കിലും യൗവനക്കാരനാണെങ്കിലും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ, യേശുവിൽ നീ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ, അവനുമായിട്ട് നീ കൂട്ടായ്മ ആചരിച്ചാൽ, നിന്റെ ജീവിതത്തിൽ കഷ്ടതയും ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അവന്റെ കരം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് അവൻ നിന്നെ സഹായിക്കും, നിന്നെ ബലപ്പെടുത്തും, നിനക്ക് സൗഖ്യം നൽകും. ഈ ലോകം നീ വിട്ടുപിരിയുമ്പോൾ അവന്റെ നിത്യരാജ്യത്ത് നീ ചേരുകയും ചെയ്യും. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി കടന്നു വന്ന നിന്റെ മക്കളെല്ലാം നീ ദർശിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളെയും നന്നായിട്ട് അറിയുന്നതായ കർത്താവേ, ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ളതായ ആഗ്രഹങ്ങളെ നന്നായിട്ട് അറിയുന്നതായ കർത്താവേ, നിന്റെ അത്ഭുതകരം നീ നീട്ടുമാറാകണമേ. നിന്റെ രക്തത്താൽ കഴുകി
ഞങ്ങളുടെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെയെല്ലാം നീ പുതുമയുള്ളതാക്കി മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതായ സകല പ്രശ്നത്തിനും പരിഹാരം നിന്റെ പാദപീഠത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ വചനം ധ്യാനിക്കുവാൻ, നിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുവാൻ, നിന്നിൽ ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ, നിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ, നിന്റെ ഹിതമാണെങ്കിൽ വീണ്ടും അനേക കൂട്ടായ്മകൾ ഇങ്ങനെ സംഘടിപ്പിക്കുവാൻ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.